വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കുറെ ഇത്രയും വൈഡ് റേഞ്ച് ആയിട്ടുള്ള പബ്ലിക്കേഷൻസിന്റെ ഒത്തിരി പേരുടെ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. സോ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഒത്തിരി സന്തോഷം. നമസ്കാരം. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പും കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സാഹിത്യ സാംസ്കാരികോത്സവം നടക്കുകയാണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരികോത്സവം, പുസ്തകോത്സവം, അതിന്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. പുസ്തകോത്സവം നമ്മളെല്ലാ സ്ഥലങ്ങളിലും നമ്മളെല്ലാ ജില്ലകളിലും നമ്മൾ കാണാറുണ്ടെങ്കിലും പക്ഷെ ഇപ്പോൾ ഇവിടെ നടന്നത് വളരെ മികച്ച തരത്തിലുള്ള ഒരു പുസ്തക അനുഭവമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ഒക്കെ ആയിട്ട് ചേർന്നിട്ടുള്ള ഒരു പുസ്തകോത്സവമായപ്പോൾ കവിയരങ്ങിനും കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ടായി, പുസ്തകം വാങ്ങാനും ആൾക്കാരുണ്ടായി. വളരെ മാനവികമായ അല്ലെങ്കിൽ ജനകീയമായ ഒരു ഉത്സവമായിട്ട് ഈ പുസ്തകോത്സവം മാറി. പിന്നെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരു ഈ സാംസ്കാരിക സമുച്ചയം ഒരുപക്ഷെ ഇതിനു മുമ്പൊന്നും വേദിയാകാത്ത വിധത്തിലുള്ള ഒരു വലിയൊരു സാംസ്കാരിക സമുച്ചയമായി മാറിയത് ശരിക്കും ഈ പുസ്തകോത്സവത്തിന്റെ ഈ സമയത്തിലാണ്. അതുകൊണ്ട് ഇനിയും വരും വർഷങ്ങളിലും ഇതുപോലെ വൻപിച്ച ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് തന്നെ ഈ പുസ്തകോത്സവങ്ങൾ മാറും. സെമിനാറും സംവാദങ്ങളും ചർച്ചകളും ചലച്ചിത്രോത്സവവും ഒക്കെ എന്തൊരു അനുഭവം എങ്ങനെയാണ്? ഒരു സാംസ്കാരിക ഉത്സവം എന്ന് പറയുമ്പോൾ അതിനകത്ത് വൈവിധ്യങ്ങളായ പരിപാടികൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നമുക്ക് സാംസ്കാരിക ഉത്സവം എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ സെമിനാറുകളും ചർച്ചകളും സംവാദങ്ങളും എല്ലാം ആരോഗ്യപരമായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ നാടിനെ ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും, ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മതത്തെക്കുറിച്ച്, ജാതിയെക്കുറിച്ച്, കാലാവസ്ഥയെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച് എല്ലാം അത്യന്തം നന്നായിട്ട് ഇവിടെ ചർച്ച നടത്തി. അത് മാത്രവുമല്ല, നാളത്തെ കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ള വികസന മാതൃകയെക്കുറിച്ച് നടത്തിയ ആ വലിയ സെമിനാർ എന്ന് പറയുന്നത്, അതിൽ പേപ്പറുകൾ അവതരിപ്പിക്കാൻ വന്നത് നാളത്തെ തലമുറയായ വിദ്യാർത്ഥികൾ മുതൽ അധ്യാപകരും അതുപോലെ നമ്മുടെ പൊതുസമൂഹത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരായ ആൾക്കാരും ഒക്കെ ആയിരുന്നു. 1046 പ്രബന്ധങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. അവയെല്ലാം നമ്മുടെ കേരളത്തിന്റെ വികസന പദ്ധതിയെക്കുറിച്ചും ഭാവിയിലെ കേരളം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചും ഒക്കെയാണ്. അതൊക്കെ ശരിക്കും ഈ പുസ്തകോത്സവത്തിന്റെ അല്ലെങ്കിൽ ഈ നമ്മുടെ ഇവിടുത്തെ ഈ സാംസ്കാരിക ഉത്സവത്തിന്റെ ഒക്കെ ഭാഗമായിരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഈ കൊല്ലത്തിന്റെ അല്ലെങ്കിൽ കൊല്ലം അറ്റ് 75 എന്ന് പറയുന്ന ഒരു വലിയ ഒരു സാംസ്കാരിക ഉത്സവം ഇവിടെ നടന്നു എന്നുള്ളത് കൊണ്ടും ഈ പുസ്തകോത്സവം എക്കാലവും ഓർമ്മിക്കപ്പെടും. ഈ വർഷത്തെ പുസ്തകോത്സവം എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പുസ്തകം ആക്ച്വലി ഒത്തിരി സെലക്ഷൻസും ഉണ്ടായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ട ഓതേഴ്സിന്റെ ഒത്തിരി ബുക്സും ഉണ്ടായിരുന്നു. കാരണം കുറെ നാൾക്ക് ശേഷം തോന്നി ഇങ്ങനെ ഒരു പുസ്തകമേള ഇവിടെ നടക്കുന്നത്. സോ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ സന്തോഷം. സെമിനാറൊക്കെ കേട്ടായിരുന്നു? ഇല്ല, ഞാൻ പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അതെ, വാങ്ങിയിട്ടുണ്ട്. പഠിക്കുവാണോ? ഞാൻ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഫെലോഷിപ്പ് വർക്ക് ചെയ്യായിരുന്നു ഒരു മഹാരാഷ്ട്രയില്. പിന്നെ വന്നിട്ട് ഒരു മാസം ആവുന്നത്. ആദ്യമായിട്ടാണോ നമ്മുടെ കൊല്ലം ജില്ലയിലെ ലൈബ്രറി കൗൺസിൽ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്നത്? അതെ, ഞാൻ ആദ്യമായിട്ടാണ്. നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നേതൃത്വത്തിലാണ് നടത്തുന്നത്. ഇപ്പോൾ സമാപന ചടങ്ങ് കഴിഞ്ഞ് സമാപന ദിവസമാകുമ്പോൾ ഈ കഴിഞ്ഞ 4 ദിവസങ്ങളെ എന്ത് തോന്നുന്നു? പുസ്തകോത്സവത്തിന്റെ 25ാം വർഷമാണ് ഈ 2024 എന്ന് പറയുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് ഈ സമ്മിശ്രമായിട്ട് നടത്തിയപ്പോഴുള്ള അനുഭവം എന്ന് പറയുന്നത്. ഒന്ന്, പുസ്തകോത്സവം ഞങ്ങൾ ആദ്യം മുതൽ നടത്തിക്കൊണ്ടുവരുമ്പോൾ കുറച്ച് പ്രസാധകരാണ്. പിന്നീട് കൂടി ഏതാണ്ട് 75ഓളം പ്രസാധകർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ആ പ്രസാധകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വൈകുന്നേരങ്ങളിലും പകൽ സമയങ്ങളിലുമെല്ലാം സംവാദങ്ങളും സെമിനാറുകളും പിന്നെ സാഹിത്യ സാംസ്കാരിക പരിപാടികളും എല്ലാം കൂടെ നടത്തിക്കൊണ്ടാണ് പോയിരുന്നത്. പക്ഷേ ഈ വർഷമാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ശ്രീനാരായണ ഗുരു അന്താരാഷ്ട്ര സാഹിത്യ സാംസ്കാരിക സെമിനാറിനോടൊപ്പം ചേർത്ത് നടത്തിയപ്പോൾ അതിന് അന്തർദേശീയ നിലവാരത്തിലേക്ക് അത് ഉയർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ പുസ്തകോത്സവത്തിൻ്റെ 25ാം വാർഷികം ആഘോഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഇതിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ആളുകൾ ഇത് സംയുക്തമായിട്ട് നടത്തണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളത് സ്വീകരിച്ചതും അത് വിജയിപ്പിച്ചതും. അനേകം ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഓരോ ദിവസവും ഇവിടെ വന്നിട്ട് പോയിട്ടുള്ളത്. ഗ്രന്ഥശാലകളെ സംബന്ധിച്ച് ഏതാണ്ട് 1.25 കോടി രൂപയുടെ പുസ്തകങ്ങളാണ് ഇവിടെ അവർ മേടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. 75ഓളം കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രസാധകരാണ് ഉള്ളത്. അതിൽ വായനാ അഭിരുചിക്ക് അനുസരിച്ചുള്ള എല്ലാതരം മലയാള പുസ്തകങ്ങളും ഇവിടെ ലഭ്യമായിരുന്നു എന്നുള്ളതാണ്. വായനക്കാരൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഏത് പുസ്തകങ്ങളും, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ, ഫിക്ഷൻ, അങ്ങനെ തുടങ്ങുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങളും ഏറ്റവും പുതുമയുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നുള്ള ഈ കഴിഞ്ഞ മാസം ഇറങ്ങിയ പുസ്തകങ്ങൾ വരെ ഇതിൽ വിപണനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ ഇതിനകത്ത് അന്തർദേശീയ നിലവാരത്തിലുള്ള പല ആളുകളും സെമിനാറിൽ പങ്കെടുത്തു എന്നുള്ളതാണ്.
പ്രകാശ് കാരാട്ട്, അതുപോലെ പിന്നെ ഇത് ഉദ്ഘാടനം ചെയ്ത ജസ്റ്റിസ് ചന്ദ്രു, അങ്ങനെ തുടങ്ങുന്ന, ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞില്ല, അങ്ങനെ തുടങ്ങുന്ന ഓരോരുത്തർ. പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്ത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന നർത്തകിയായിട്ടുള്ള, അവരുടെ ഭാഷ എന്ന് പറയുന്നത് സ്വന്തം ശരീരമാണെന്ന് പറയുന്ന രാജശ്രീ വാര്യരായിരുന്നു. നല്ല ഒരു വായനക്കാരിയും എഴുത്തുകാരിയും നർത്തകിയും ഒക്കെ ആയിട്ടുള്ള അവർ ഇവിടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് വളരെ പ്രൗഢമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തിക്കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. എല്ലാം കൂടിയാകുമ്പോൾ ഏറ്റവും മനോഹരമായ രീതിയിൽ ഇത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യ എന്നോ ഇറാൻ എന്നോ അമേരിക്ക എന്നോ പാകിസ്ഥാൻ എന്നോ റഷ്യ എന്നോ ചൈന എന്നോ വത്തിക്കാൻ എന്നോ റോം എന്നോ ഇറ്റലി എന്നോ ഈ വക ഭേദമൊന്നുമില്ലാതെ സൂര്യന് കീഴിൽ സപ്തഭൂഖണ്ഡങ്ങളിൽ അധിവസിക്കുന്ന മുഴുവൻ ആളുകളും സഹോദരന്മാരായി കഴിയുന്ന ഒരു മാതൃകാ ലോകം, ഏകലോകമുണ്ടാകട്ടെ. നമ്മളെല്ലാവരും നിയമസഭയിലടക്കം ഈ സർവകലാശാലയ്ക്ക് കൂടുതൽ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കണമെന്നതിനെക്കുറിച്ച് പറയുന്നവരാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇത്രയും വിപുലമായ ഒരു ഉത്സവം നടത്താൻ കഴിഞ്ഞു. സർവകലാശാലകൾ കൂടുതൽ ജനകീയമാകേണ്ടതാണ്. അങ്ങനെ ജനകീയമാകുന്നതിൻ്റെ നല്ല ലക്ഷണമായിട്ട് കൂടി ഈ ഉത്സവത്തെ, സാംസ്കാരികോത്സവത്തെ ഞാനും കാണുകയാണ്. അഭിനന്ദനായ സച്ചിദാനന്ദ സ്വാമിയുടെ പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് കൂടുതൽ പുതിയ തലമുറയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും എന്ന് കരുതുന്നു. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ലോക ഗുരുവാണ്.